Romans 12:21. Do not be overcome by evil, but overcome evil with good. തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക. In our journey of faith, we recognize that life can bring wounds, whether through friends, colleagues, or the harsh realities of life itself. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതയാത്രയിൽ നമുക്ക് ഓരോരുത്തർക്കും എപ്പോഴെങ്കിലും സങ്കടത്തിൻ്റെയും നഷ്ടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. The Apostles' fast calls us to reflect deeply on these moments of hurt and disappointment. When we are wronged, we are faced with a pivotal decision: allow bitterness to fester or rise above the pain by embracing forgiveness and love. നമ്മളോട് ആരെങ്കിലും തെറ്റു ചെയ്താൽ നമുക്ക് രണ്ട് മാർഗങ്ങൾ സ്വീകരിക്കാം. ഒന്നിൽ ആ തെറ്റിനെ ജീവിതത്തിൽ സ്വീകരിച്ചുകൊണ്ട് പക വളർത്തിയെടുക്കാം, അല്ല അതിനുപരിയായി സ്നേഹത്തിൻ്റെയും ക്ഷമയുടെയും മാർഗം സ്വീകരിക്കാം. Bitterness may seem like an easy refuge, a way to justify the pain. മിക്കവാറും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ പക വേണം എന്നുള്ള തോന്നലാണ് ഉണ്ടാകാറുള്ളത്. Yet in choosing to rise above it, we align ourselves with the heart of Christ. എന്നാൽ ഈ വേദന ജീവിതത്തിൽ പകയാക്കാതെ നാം സ്നേഹത്തിൻ്റെ മാർഗം, ക്ഷമയുടെ മാർഗം സ്വീകരിക്കുമ്പോൾ ക്രിസ്തുവിനോടൊന്നായി ചേരുകയാണ്. His life was marked by wounds, yet he chose forgiveness over retaliation, healing over hatred. നമ്മുടെ കർത്താവിനെ ഒറ്റിക്കൊടുത്തു, തള്ളിപ്പറഞ്ഞു, പീഡിപ്പിച്ചു. എങ്കിലും എല്ലാവർക്കും അവൻ ക്ഷമയും മോചനവും നൽകി, സൗഖ്യം നൽകി. In that powerful example, we find strength. ക്രിസ്തുവാണ് നമ്മുടെ മാർഗം, അതിലാണ് നമ്മുടെ ശക്തി. Forgiveness liberates us from the chains of past hurts and open our hearts to a deeper, more authentic communion with God. മറ്റുള്ളവർ നമ്മളോട് കുറ്റം ചെയ്യുമ്പോൾ, നമ്മളെ വിദ്വേഷിക്കുമ്പോൾ, നാം ക്ഷമയുടെയും സ്നേഹത്തിൻ്റെയും മാർഗം സ്വീകരിക്കുമ്പോൾ ദൈവവുമായിട്ടുള്ള ആഴമായ സംസർഗത്തിലേക്ക് നമ്മുടെ ഹൃദയം തുറക്കപ്പെടുകയാണ്. As we fast and pray today, let our spirit be renewed by the strength to love in the face of injustice. നമ്മുടെ ജീവിതങ്ങളിൽ നമുക്കുണ്ടാകുന്ന അനീതിയും വിദ്വേഷവുമൊക്കെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തു കാണിച്ച നന്മയുടെയും സ്നേഹത്തിൻ്റെയും മാർഗം, അതിലൂടെ നമുക്ക് സഞ്ചരിക്കാം. അത് നമ്മെ ഓരോരുത്തരെയും സ്നേഹിക്കുവാൻ ശക്തി നൽകട്ടെ. Choose grace and resilience and let the light of Christ dispel every shadow of bitterness. നമ്മുടെ ജീവിതത്തിൽ പകയുടെ ഏതെങ്കിലും അംശമുണ്ടെങ്കിൽ ക്രിസ്തുവിൻ്റെ സ്നേഹം, ക്രിസ്തുവിൻ്റെ പ്രകാശം അത് ഇല്ലാതാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. O Lord Jesus Christ, have mercy on us sinners. Empower us to forgive and to love, that in all trials we may reflect your divine mercy. ഞങ്ങളുടെ കർത്താവായ യേശു മശിഹായെ, പാപികളായ ഞങ്ങളോട് കരുണയുണ്ടാകണമേ. മറ്റുള്ളവരോട് ക്ഷമിക്കുവാനും മറ്റുള്ളവരെ സ്നേഹിക്കുവാനുമുള്ള ശക്തി ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളിലും അങ്ങയുടെ ദൈവീക കാരുണ്യം മറ്റുള്ളവർക്ക് നൽകുവാൻ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും ശക്തീകരിക്കട്ടെ.
ദൈവം അനുഗ്രഹിക്കട്ടെ.